എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2025 വർഷത്തെ ഓണത്തിന് ഇനി 20-നടുത്ത് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു ഓണക്കാലത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുന്ന രണ്ട് സഹായങ്ങളാണ്. ഒന്ന് ക്ഷേമ പെൻഷനും, രണ്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകളിലൂടെയും സപ്ലൈകോ മുഖാന്തരം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. ഇതിനായിട്ട് ഉത്സവകാല ചെലവുകൾക്കായി വലിയൊരു കടമെടുപ്പിനാണ് സർക്കാർ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് ഈ ഒരു ഓണത്തിന് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുവാനായിട്ട് പോകുന്നത്. 90 ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായും കുറഞ്ഞ വിലയിലും എല്ലാവിധ ഭക്ഷ്യ വിഹിതങ്ങളും ലഭിക്കുന്നതാണ്. ആർക്കൊക്കെ ഏതെല്ലാം ദിവസങ്ങളിൽ ഏതെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇത്തവണത്തെ ഓണച്ചെലവുകൾക്കായിട്ട് 19,000 കോടി രൂപ വേണ്ടിവരുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രാഥമിക കണക്കുകൂട്ടൽ. ഇതിനായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് വെട്ടിക്കുറച്ചതും എന്നാൽ അർഹതപ്പെട്ടതുമായിട്ടുള്ള കടമെടുപ്പുകൾക്കും കേന്ദ്രത്തിൻ്റെ അനുമതിക്കായിട്ടും കേരളം സമീപിച്ചു കഴിഞ്ഞു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണുകയും ചെയ്തു. കേന്ദ്രം കഴിഞ്ഞാൽ ഗ്യാരണ്ടി റിഡക്ഷൻ ഫണ്ടിനത്തിലെയും ദേശീയപാത വികസനത്തിനായിട്ട് ചിലവഴിച്ച 6,000 കോടിയും GSDP ക്രമീകരിച്ചതിൽ കുറവ് വന്ന 1,877 കോടിയും IGST ഇനത്തിൽ വെട്ടിക്കുറച്ച 965 കോടിയും ഉൾപ്പെടെ 12,000 കോടിയോളം വായ്പ എടുക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ്. ബാക്കി തുക കണ്ടെത്തിയാൽ അധികം ക്ഷീണമില്ലാതെ ഓണച്ചെലവുകൾ മറികടക്കാമെന്നാണ് സർക്കാർ കരുതുന്നത്. ഈ ഒരു ഓണത്തിന് മുൻകാലങ്ങളിലെ പോലെ തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്തായിരിക്കും വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. ഈ മാസത്തെ തനത് പെൻഷനോടൊപ്പം തന്നെ നിലവിൽ കുടിശ്ശികയായിരുന്ന 2 ഗഡു ക്ഷേമ പെൻഷനിൽ 1 ഗഡു കൂടെ ചേർത്ത് 3,200 രൂപ ആയിട്ടായിരിക്കും ഈ ഒരു ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് 2 ഗഡു പെൻഷൻ ലഭിക്കുമ്പോൾ സർക്കാർ ധനസഹായമില്ലാതെ തന്നെ ക്ഷേമനിധി പെൻഷനുകൾ നൽകുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പോലുള്ളവ ലഭിക്കുന്നവർക്ക് ചിലപ്പോൾ 2 ഗഡു പെൻഷനോ അല്ലെങ്കിൽ 1 ഗഡു പെൻഷനോ എങ്കിലും ഈ ഒരു ഓണക്കാലത്ത് വിതരണം ഉണ്ടാകുന്നതാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകൾ ഉണ്ടായിരിക്കുന്നതാണ്. 19-ാം തീയതി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പ് നടത്തുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഓണപ്പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ്. ഓണപ്പെൻഷൻ അക്കൗണ്ടുകളിലും കൈകളിലും ഓണത്തിന് മുമ്പേ തന്നെ എത്തേണ്ടതിനാൽ മാസത്തിൻ്റെ അവസാന ആഴ്ചയ്ക്ക് മുമ്പായി തന്നെ ഇത്തവണ വിതരണം ഉണ്ടാകുന്നതാണ്. റേഷൻ കാർഡ് ഉടമകൾക്കും ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ഓണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ളക്കാർഡിന് ഈ മാസം 15 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീലക്കാർഡിന് കഴിഞ്ഞ കുറേ മാസമായി 4 കിലോ സ്പെഷ്യൽ അരിയാണ് കിട്ടിയിരുന്നതെങ്കിൽ ഈ ഒരു മാസം 10 കിലോ ആഴാണ് കാർഡിൻ്റെ സ്പെഷ്യൽ അരിയായിട്ട് ലഭിക്കുന്നത്. പിങ്ക് കാർഡിന് കേന്ദ്രത്തിൻ്റെ സൗജന്യ അരിയാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തവണ സംസ്ഥാനത്തിൻ്റെ വകയായിട്ടുള്ള പിങ്ക് കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യമായിട്ട് 14 ഇനങ്ങളടങ്ങിയ ഭക്ഷ്യ കിറ്റ് റേഷൻ കടകൾ വഴി ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് 18 മുതൽ ഇതിൻ്റെ വിതരണം റേഷൻ കടകളിലൂടെ ആരംഭിക്കുന്നതാണ്. സപ്ലൈകോ വഴിയും സാധനങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാ കാർഡുകാർക്കും 29 രൂപയ്ക്ക് 8 കിലോ അരി സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ്. അത് ഈ മാസവും തുടരുന്നതാണ്. കൂടാതെ ഓണമായതിനാൽ 20 കിലോ അരിക്ക് 25 രൂപ നിരക്കിൽ ഓരോ കാർഡിനും നൽകുന്നുണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണ 349 രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ, സൂപ്പർ മാർക്കറ്റുകൾ, ഓണച്ചന്തകൾ എന്നിവയിലൂടെ ലഭിക്കുന്നതാണ്. കൂടുതൽ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകൾ വരുമ്പോൾ നിങ്ങളെ കൃത്യസമയത്ത് തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.